എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതുലിന്റെ വെയിൽമാൻ മോട്ടോഴ്സ് എന്ന ഷോറൂമിലാണ്. അതായത് NH ബൈപ്പാസിൽ നമ്മുടെ കാടാങ്കോട് പാലക്കാടുള്ള ഒരു ഷോറൂമിലാണ്. നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പുതിയ അതുലിന്റെ ജെം ഐ പാക്സ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് നമ്മുടെ പാസഞ്ചർ വേരിയന്റ് ആണ്. നമുക്കിവിടെ കാർഗോ ഗുഡ്സ് വേരിയന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ CNG വരുന്നുണ്ട്. അപ്പൊ ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത്. എന്തൊക്കെയാണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ്, ഇതിന്റെ മൈലേജ്, ഇതെല്ലാം നമ്മൾ എങ്ങനെയൊക്കെ യൂസേഴ്സിന്, അതായത് നിങ്ങൾ കൺസ്യൂമേഴ്സിന് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടും ഈ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ എന്ന് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ അതുലിന്റെ ജെം ഐ പാക്സ് എന്നാണ് വിളിക്കുന്നത്. പാസഞ്ചർ വേരിയന്റ് ആണ്. നമ്മുടെ കാർഗോ വേരിയന്റ് ഇതാണ്. അപ്പോൾ നമുക്കിത് ആക്ച്വലി 4 കളറിലാണ് വരുന്നത്. യെല്ലോ, ബ്ലൂ, പിന്നെ പച്ചയും ചുവപ്പ് കളറിലാണ് വരുന്നത്. അപ്പോൾ ഈ വീൽസ് നോക്കുകയാണെങ്കിൽ 10 ഇഞ്ചിൻ്റെ വീൽസാണ്, സ്റ്റീൽ വീൽസാണ് വരുന്നത്. പിന്നെ ഈ ഒരു കാര്യം, ഒരു സ്പെഷ്യൽ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് 4 ബോൾട്ട് കാണാം. ചില ഓട്ടോകളിൽ വെറും 3 ബോൾട്ടേ ഉള്ളൂ. എന്നാൽ ഇതിൽ 4 ബോൾട്ട് ഉണ്ട്. 4 ബോൾട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടും, വാഹനം ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ബലം ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് പൊട്ടുന്നതിൻ്റെ ചാൻസ് വളരെ കുറവാണ് വരുന്നത്. പിന്നെ നമുക്ക് ഹാലജൻ്റെ ഹെഡ് ലാമ്പാണ് വരുന്നത്, അതുപോലെ തന്നെ ഹാലജൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. അത്യാവശ്യം കാണാൻ നല്ല ലുക്കാണ്. ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അതുൽ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പോർട്ടി ഗ്രാഫിക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ത്രികോണം ഡിസൈനിൽ ആഡ് ചെയ്തിട്ടുള്ള കാരണം അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റെയറിലാണെങ്കിലും ഡിസൈൻ കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഒരു സൈഡിൽ നമുക്ക് ഈ ഒരു ഗ്രാഫിക് ഡിസൈന് കൊടുക്കുന്നുണ്ട്. ഇവിടെയും കാണാം. അപ്പോൾ ഓട്ടോ എന്നുള്ളൊരു പുറമെ ഒരു എസ്തെറ്റിക് ലുക്ക് കൂടിയും ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതുലിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്, വെയിൽമാൻ മോട്ടോഴ്സ്. ഇവിടെയാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ലുക്ക് നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കണ്ണ് പോലെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ഹെഡ് ലാംപ്സ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് പോകാം. വാഹനം ഓൾറെഡി നമുക്ക് ലെതർ സീറ്റായിട്ടാണ് വരുന്നത്. സാധാ ഓട്ടോകൾ പോലെയല്ല, പ്യുവർ ലെതർ സീറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ ആക്സസറി ചെയ്യണമെങ്കിൽ വെറും ഒരു 3000 രൂപ മുതൽക്ക് നമുക്ക് തുടങ്ങിയിട്ട് ആക്സസറീസ് ചെയ്യാം. സിമ്പിളായ ആക്സസറീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേരിപ്പോൾ ലെതർ സീറ്റ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു സ്പ്രിങ് അവർ സസ്പെൻഷൻ മാറ്റും. അത് മാത്രമാണ് ചിലവർ മേജർ ചേഞ്ച് ചെയ്യുന്നത്. എന്നാൽ ചിലവർ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്. അത് ഈ ഷോറൂമിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ ഒരു ഓട്ടോ ഉണ്ട്. ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം. ഫുൾ മോഡിഫൈ ചെയ്തതാണ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവർ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം കയറിയിരിക്കാൻ നല്ല കംഫർട്ടബിളാണ്. ഈ ഒരു ഹാൻഡിൽ സ്ട്രേറ്റ് ആക്കി വെക്കാം. നമുക്ക് ബ്രേക്ക് പെഡൽ ഇവിടെയാണ് വരുന്നത്. ഇത് സ്റ്റോപ്പ് ആക്കാനുള്ള ഒരു സംഭവം. വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആക്കാനുള്ളൊരു ബട്ടണാണ് വരുന്നത്. പിന്നെ ഇത് ഡീകംപ്രഷൻ, അതായത് വിൻ്റർ സമയങ്ങളിൽ, തണുപ്പ് ഉള്ള സമയങ്ങളിലൊക്കെ രാവിലെ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇൻ കേസ് അത് വളരെ കുറവുള്ള ചാൻസിൽ ഈ വാഹനം ഈ ഒരു ബട്ടൻ്റെ യൂസ് വരുള്ളൂ. പിന്നെ നമുക്ക് റിവേഴ്സിൻ്റെ ഗിയറാണ്. അതായത് അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് താഴത്തേക്ക് ആക്കിയിട്ട് ഈ ഒരു തിരിച്ചിട്ട് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ റിവേഴ്സിൽ വിടും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ വാഹനം പിന്നോട്ട് എടുക്കുന്നതാണ്. നമുക്കിത് വിടാം. ഇതാണ് ക്ലച്ച് വരുന്നത്. 4 ഗിയറാണ്. 4 ഫോർവേഡ് ഗിയറും പിന്നെ ഒരു റിവേഴ്സ് ഗിയറാണ് വരുന്നത്. അപ്പോൾ 4 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. പിന്നെ ഹെഡ് ലൈറ്റ്സിൻ്റെ ഓപ്ഷൻ വരുന്നത് ഇതാണ്. സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ. ഹോൺ നോക്കാം. അപ്പോൾ അതാണ് ഹോൺ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതാണ് ത്രോട്ടിൽ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇവിടെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതാണ് ഒരു വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. സ്പീഡോമീറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കിലോമീറ്റർ ഓഡിയോ ഓടുന്നതും, അതുപോലെ തന്നെ ഫ്യൂൽ ഗോജും, ചെക്കിൻ എൻജിൻ ലൈറ്റ്സ്, ബാറ്ററി, ആ ഒരു വാണിംഗ് ലൈറ്റ്സിൻ്റെ ഓപ്ഷൻസ് ഇവിടെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഹസാർഡ് ലൈറ്റ്സ് ഓണാക്കലും ഓഫാക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഹെഡ് ലൈറ്റ്സ് ഓണാക്കലും ഓഫാക്കാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ വൈപ്പേഴ്സ് ഓണാക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റോറേജ് ബോക്സിൽ ഒരു സ്റ്റോറേജ് ബേ പോലെ ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഒരു ഡ്രൈവർ ക്യാബിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമുക്ക് ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിങ്ങനെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാബിൻ അത്യാവശ്യം ഇരിക്കാൻ നല്ല കംഫർട്ടബിളാണ് കേട്ടോ. ഇനി നമുക്ക് റിയറിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കൊളുത്ത് വരുന്നുണ്ട്. നമുക്ക് ആക്സസറീസിൽ ഇവിടെ ഒരു ബോൾ പോലെ ഒരു സംഭവം ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറി ഇരിക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഹെഡ് റൂമും അത്യാവശ്യം നല്ലുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ലെതർ സീറ്റ്സ് ആയ കാരണം തന്നെ എല്ലാവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. കുറേ പേര് മാറ്റുന്നൊന്നുമില്ല, കാരണം ലെതർ സീറ്റ്സ് ആണല്ലോ, വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഇതാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ബൂട്ട് സ്പേസിലേക്ക് കടക്കാം. സംഭവം അടച്ചിട്ട് പിന്നെ ഇത് 10.5 ലിറ്ററിൻ്റെ ഡീസൽ ടാങ്കാണ് വരുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. ഇത് ആക്ച്വലി 435 cc എഞ്ചിനാണ്. 5.7 കിലോ വാട്ട്, അതായത് 5.7 കിലോ വാട്ടിൻ്റെ എഞ്ചിനും 19 Nm ഓഫ് ടോർക്കുമാണ് ഈ വാഹനം
പ്രൊഡ്യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു പിക്കപ്പുള്ളൊരു വാഹനമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് സീറ്റൊന്ന് മടക്കി കഴിഞ്ഞിട്ട് എൻജിൻ തുറക്കാം. ഇത് ആക്ച്വലി ഇവിടെ ഒരു കൊളുത്തിട്ട് കഴിഞ്ഞാൽ ഒരു കീ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബോക്സ് കീ കിട്ടുന്നുണ്ട് വാഹനത്തിൻ്റെ ഒപ്പം. നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് തുറന്നാൽ ഇതാണ് വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത്. കംപ്ലീറ്റ്ലി മെക്കാനിക് എൻജിനാണ് വരുന്നത്. അപ്പോൾ ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടായാലും നമുക്ക് വാഹനം ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്, സർവീസും ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നേ ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ കുറേ ബ്രാൻഡ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നൊരു സെൻസറിലൊരു എഞ്ചിനായിരുന്നു BS6 കാരണം. പക്ഷേ ഇപ്പോൾ അവർ മാറ്റി കഴിഞ്ഞിട്ട് BS6ൻ്റെ പ്രോപ്പർ എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടും നമുക്ക് വാഹനം സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. കാരണം മെക്കാനിക്കൽ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ സർവീസൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ബേയും തുറക്കാൻ പറ്റും. ഇവിടെ ചെറിയൊരു ഡോറും പിന്നെ കൊളുത്തും കൊടുത്തിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഇങ്ങനെയാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഈ ഒരു സീറ്റ് കൂടി താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസാണ് നമുക്ക് വരുന്നത്. പിന്നെ പിന്നിൽ അതുൽ എന്ന് ബാഡ്ജിങ് കാണാം, അതുപോലെ തന്നെ അതുൽ ജിം ഐ എന്ന് ബാഡ്ജിങ് കാണാം. പിന്നെ നമുക്ക് സാധാ ലൈറ്റ്സ് ആണ് വരുന്നത്, ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്സും പാർക്ക് ലൈറ്റ്സും റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്രില്ല് നമുക്ക് കാണാം, ഒരു നമ്പർ പ്ലേറ്റ് വരുന്നത്. നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ലൈറ്റ് സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് സിസ്റ്റം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു കാര്യം. എന്നാൽ ഓടിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. ഇത് നമുക്ക് ക്യാമറ വരുന്നത് നെഗറ്റീവ് ക്യാമറയാണ്. ഈ ഒരു സെറ്റപ്പിൻ്റെ നെഗറ്റീവ് ക്യാമറ എന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണിത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വെയിറ്റ് വരുമ്പോൾ കുറച്ചുകൂടി ബാലൻസ് ആകുമ്പോൾ ഇത് ഈ ഒരു വീല് സ്ട്രെയിറ്റ് ആയിരിക്കും. ഇതിന് ഈ ഒരു ചെരുവിന് നെഗറ്റീവ് ക്യാമ്പർ എന്ന് പറയുക. അത് ഇൻ കേസ് ഇങ്ങോട്ടാണെങ്കിൽ പോസിറ്റീവ് ക്യാമ്പർ. അതാണ് ഒരു വ്യത്യാസം. പിന്നെ നമ്മളിനി ഈ വാഹനം ഫുൾ മോഡിഫൈ ചെയ്ത് ഉള്ളിലിരിക്കുന്നുണ്ട്. അത് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് വരുന്നത്. ഇത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് ഫുൾ മോഡിഫൈ ചെയ്യും. അപ്പോൾ ഈ ഒരു സീറ്റ്സ് നല്ല കംഫർട്ടബിളാണ്. ഇൻറ്റീരിയസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, അത് ഫോണും നമ്മുടെ ചീർപ്പ് ഈ ഒരു സെറ്റപ്പ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിലും ഈ ഒരു മറ്റേ കവറ് കുറച്ചുകൂടി ടൈറ്റാക്കിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതുലിൻ്റെ ബാഡ്ജിങ് ആക്ച്വലി ആ ഒരു വാഹനങ്ങളിൽ മുകളിൽ വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ അതുലിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇനി ഒരു ഫ്ലോറൽ ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സസ്പെൻഷൻ മാറ്റാം. ഈ ഒരു സെറ്റപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് നമ്മൾ സ്കൂൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ഈ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ സീറ്റ്സൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഏറ്റവും പുതിയ അതുലിൻ്റെ ജെം ഐ പാക്സിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. നമ്മളുടെ ഫുൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതാണ് ഗുഡ്സ് കാരിയറിൻ്റെ വാഹനങ്ങൾ വരുന്നത്. ഇത്രയും വേരിയൻ്റാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അതുലിൻ്റെ റിക്ക് പറഞ്ഞൊരു വേരിയൻ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് CNG 40 ലിറ്ററിൻ്റെ CNG ടാങ്കാണ് ഈ വാഹനത്തിന് വരിക. പിന്നെ ഗുഡ്സ് കാരിയറിൽ തന്നെ നമുക്ക് വേറെ 4 കളേഴ്സും വരുന്നുണ്ട്. ഇത് മഞ്ഞ, നീല, പിന്നെ ചുമപ്പും അതുപോലെ തന്നെ പച്ച കളറും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഏറ്റവും പുതിയ അതുലിൻ്റെ ജെം ഐനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ പേര് മറക്കേണ്ട, അതുൽ വേൽമാൻ മോട്ടേഴ്സ്. നമ്മൾ കാടാങ്കോട് പാലക്കാടുള്ള ഷോറൂമാണ്. ഇവർക്ക് വേറെയും കുറേ ഷോറൂംസ് ഉണ്ട് പാലക്കാട്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതൊക്കെ നിൽക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട് നിൽക്കുന്നത് കാണാൻ. അത്യാവശ്യം കുറച്ച് മഴ പെയ്തിട്ട് അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ കുറച്ച് വൈകി. അപ്പോൾ നന്ദി, നമസ്കാരം. ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് വിളിച്ചിട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.